ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ വിശേഷങ്ങളെന്ന് പറയാനും പറ്റില്ല, എന്നാൽ മോർണിംഗിൽ കുറേ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചോറൊക്കെ നമ്മൾ അരിയൊക്കെ ഇട്ട് തിളച്ച് വന്നപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. ഇന്നിപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കുന്നത് ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് തിളപ്പിച്ച വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടോ, കരിങ്ങാലി വെള്ളത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കണു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ എന്താ പറയുക, ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ പുട്ടാണ് ഉണ്ടാക്കണത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കുട്ടികൾക്ക് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്യാബേജാണ് തോരൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എപ്പോഴും ക്യാബേജ് തേങ്ങ ചതച്ചിട്ടിട്ട് തോരൻ വെക്കണത് മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ വെറുതെ അവർക്ക് ഇങ്ങോട്ട് എന്താ പറയുക, ഉപ്പിട്ടിട്ട് അങ്ങനെ പച്ചമുളകും കയറിയിട്ട് കടുവട്ടിച്ച് അങ്ങനെ വേവിച്ചെടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് പോയിരുന്നു കേട്ടോ, പുട്ടുണ്ടാക്കാൻ വേണ്ടി തേങ്ങ പൊളിച്ചതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇരുട്ടാണ്, ഇപ്പോൾ 5:30 ആവണേ ഉള്ളൂ കേട്ടോ സമയം. നേരം വെളുക്കാൻ ആയിട്ടില്ല. പുറത്തത്തെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചില്ലേ, വെളിച്ചം വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു തേങ്ങയൊക്കെ പൊളിച്ച് കൊണ്ടുവന്നു. അത് ക്യാബേജ് ഉപ്പേരിക്കല്ല കേട്ടോ, അത് വെറുതെ തോരനായിട്ടല്ല ഉപ്പേരിയായിട്ട് ഉണ്ടാക്കണേ, അത് പുട്ടിലേക്കാണ് കേട്ടോ. പിന്നെ പുട്ടിൻ്റെ കൂടെ ഒന്നും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പഴമുണ്ട്. അപ്പോൾ വേണ്ടവർ പഴം എടുത്ത് കഴിക്കുക. പിന്നെ ഇന്നലത്തെ മീൻ വറുത്തൊക്കെ കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറിയായിട്ട് ഉണ്ടാക്കണമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഉപ്പേരി ഇത് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ചിരട്ടപ്പുട്ട് മേക്കറിലായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ആ സമയം കൊണ്ട് നമ്മളെ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാബേജ് ഉപ്പേരിയൊക്കെ റെഡിയായി മാറ്റി വെച്ചു. പിന്നെ ഇന്നലത്തെ മീൻ കുറച്ചുണ്ടായിരുന്നല്ലോ വറുത്തത്, അപ്പോൾ അതൊക്കെ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, മക്കളൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ അടുക്കളയ്ക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പല്ലൊക്കെ തേച്ചിട്ട് ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. പിന്നെ ഇവിടെ തത്തയ്ക്ക് തേങ്ങ ഇട്ടിട്ടൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ അവിടെ എന്താ ചെയ്യുക, പിന്നെ ലൈറ്റ് ഗുഡ് മോർണിംഗ്. Happy birthday to you.
ചെറിയൊരു ഗിഫ്റ്റ്. ഞാൻ കിച്ചുമോളെ പോയി വിളിച്ചുണർത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് കിച്ചുമോളെ പിറന്നാളാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഗിഫ്റ്റാണ് കേട്ടോ അത്. ഇത് ഒരു പിന്നെ എന്താ പറയുക, ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഞാനെല്ലാം കൂടെ ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞൂന്നേ ഉള്ളൂ കേട്ടോ. ചെയ്തു എന്നുള്ളൂ, വലിയ സമ്മാനമൊന്നുമല്ല. പിന്നെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവളൊരു മീഷോയിൽ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വന്നപ്പോൾ അത്ര ഒരു കംഫർട്ടായി തോന്നിയില്ല. അപ്പോൾ അത് റിട്ടേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. പിന്നെ ഒരു ടോപ്പ് പോയി എടുത്തു. ഞാനും അവളും കൂടെയാണ് പോയി എടുത്തത് വൈകുന്നേരത്ത്. അപ്പോൾ രാവിലെ തന്നെ അവൾ, ഞാൻ പറഞ്ഞല്ലോ ഹെയർ ആക്സസറീസ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇന്നത്തെ ദിവസം ബുധനാഴ്ച ആയതുകൊണ്ട് അവർക്ക് സ്കൂളിൽ കളർ ഡ്രസ്സ് ഇടാം. അപ്പോൾ അവൾ വൈകുന്നേരത്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അതിലെന്തെങ്കിലും അവൾക്ക് ഇന്നിപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പിന്നെ ഹെയറിൽ വെക്കാനുണ്ടെങ്കിൽ എടുത്തോട്ടെ വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഞാൻ കൊടുത്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഹെയർ ആക്സസറീസ് ആണ്. ഹെയർ ആക്സസറീസ് ആണ്. ഇന്നൊരു ബ്ലാക്ക് ബണ്ണ് ഇതേപോലെ പിസ്ത പോലെ ഹെയർ ആക്സസറീസ്, ഇയറിംഗ്സ്. ഡ്രസ്സ് എടുത്തോ? ഇഷ്ടമായോ? അതങ്ങനെ എടുക്കുക, അതിനൊരു അപ്പോൾ കിച്ചുമോളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി. ടോപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് അവൾ 2 റീൽസൊക്കെ ചെയ്തു രാവിലെ. അപ്പോൾ അത് എന്താ പറയുക, പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ ഞാൻ കൊടുത്ത ഗിഫ്റ്റും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ഗിഫ്റ്റുകളൊന്നും അല്ലെങ്കിലും കുഞ്ഞ് ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അതവർക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ കിച്ചുമോൾ സ്കൂളുണ്ടായിരുന്നു, സ്കൂളിൽ പോയി. അപ്പം ഇന്ന് രാവിലെ ഞാൻ കൊണ്ടുവിടുന്ന സ്കൂളിൽ എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കൊണ്ടുവിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ പിന്നെ എന്താ പറയുക, അങ്ങനെ സദ്യ അങ്ങനെയൊന്നും ഒരുക്കിയിട്ടില്ല. കാരണം 2 സ്കൂളിൽ പോയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സദ്യയും കാര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. പിന്നെ കിച്ചുമോക്കാണ് സദ്യയോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പായസം ആ കുട്ടി കുടിക്കുകയല്ല. പിന്നെ 2 ദിവസം മുന്നേ ഞങ്ങൾ പായസം ഒന്ന് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത്ര തന്നെ ഉള്ളൂ. വൈകുന്നേരം ഒന്ന് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും തത്തയും കൂടെ, തത്തയ്ക്ക് ഇന്ന് വൈകുന്നേരം ട്യൂഷന് തത്ത നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളെയും കൊണ്ട് ഞാൻ പോയി. ഞങ്ങൾ പൂക്കോട്ടുംപാടത്തുള്ള ഒരു കേക്കിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയി കേക്ക് വാങ്ങിച്ചു. 1/2 kg തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ. അപ്പം ഞങ്ങൾ 2 വർഷത്തോളമായിട്ട് ഞങ്ങൾ തന്നെ വീട്ടിൽ പിറന്നാളിന് കേക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു വില മനസ്സിലായത് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ ആയിട്ട് വന്നു, വീട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ
എന്താ പറയുക, വൈകുന്നേരത്തേക്ക് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം വന്നു. 5:45 ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അപ്പോൾ വേഗം വന്നിട്ട് റൈസ് കുക്കറിൽ തന്നെ ചോറ് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ കുറച്ച് സാമ്പാറിൻ്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സാമ്പാറും ഉണ്ടാക്കാം, പപ്പടവും കാച്ചി വയ്ക്കാം. പിന്നെ രാവിലത്തെ ഉപ്പേരീൻ്റെ കുറച്ച് ഇരിക്കുന്നുണ്ട്. പിന്നെ മീനും ഉണ്ട്, മീൻ വറുത്തതുണ്ട്. അപ്പോൾ മീൻ വേണമെന്നുള്ളവർക്ക് മീനും കഴിക്കാം. അല്ലെങ്കിൽ കിച്ചുവിന് സാമ്പാറും പപ്പടം ഉണ്ടായാൽ വലിയ ഇഷ്ടമാണ്. വേറെ ഒന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ. അപ്പം ഇന്ന് ശരിക്കും ഞാൻ അധികം പിറന്നാളെന്ന് പറഞ്ഞാൽ ഡേറ്റ് തന്നെയാണ് ഞാൻ പിറന്നാൾ കഴിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന്. ജനുവരി 17 ഡേറ്റ് ഓഫ് ബർത്താണ്. അപ്പോൾ അവരെ നാൾ വരുന്നത് ഞാൻ നോക്കിയിട്ടില്ല. പ്രാവശ്യം കാലണ്ടർ ഈ ഒരു സമയം വരെ വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നാണ് ജന്മനക്ഷത്രം എന്നാ വരുന്നതെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതൊരു ദിവസം അമ്പലത്തിൽ പോവാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വലിയ പിറന്നാളിനൊന്നും വലിയൊരു ആഘോഷം പരിപാടികളും പറയാനുണ്ടാവലില്ല. കേക്ക് എന്തായാലും കട്ട് ചെയ്യും, അമ്പലത്തിലും പോകും. ഇത് തന്നെയാണ് കേട്ടോ മെയിൻ പരിപാടി എന്നുള്ളത്. പിന്നെ ഫുഡിൻ്റെ ഒരു സ്പെഷ്യൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീടിൻ്റെ അടുത്തൊരു മരണമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും അയാൾ പ്രായമായിട്ട് ഇരിക്കുക തന്നെയാണ്, അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക തന്നെയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അയാൾ എടുക്കുകയും ചെയ്തിട്ടാണ്. ഒരുപാട് സമയം വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നുമില്ല. അങ്ങനെ അവർക്ക് ദൂരത്തുനിന്നൊന്നും ആരും വരാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും പിന്നെ നമ്മൾ ഉണ്ടാക്കാനും ഇല്ലല്ലോ. പിന്നെ അവർ വരുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വലിയൊരു ആഘോഷം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഒരു കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കണത്. അപ്പോൾ ആ സാമ്പാറും തേങ്ങ വറുത്തരയ്ക്കാതെ നമ്മൾ വെറുതെ മല്ലി, കായം, അതുപോലെ മല്ലിയിലൊക്കെ ഇട്ടിട്ട് വെക്കുമല്ലോ, അതിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചൊരു സാമ്പാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് ഉണ്ടാക്കട്ടെ എന്ന് വെച്ചാൽ സമയം കുറേ ആയിട്ടുണ്ട്. 6 മണിയൊക്കെ ആവാനായി. അതൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ. ഞങ്ങളിങ്ങനെ പിറന്നാളിൻ്റെ ദിവസങ്ങളിൽ അന്നത്തെ ദിവസം വൈകുന്നേരം രാത്രി തന്നെയാണ് എപ്പോഴും കേക്ക് കട്ട് ചെയ്യണത് കേട്ടോ. Kailan berarti Pak? Bisa minum segundo. Ah, yang secondo. Sebenarnya, മഞ്ഞൾ പൊടി കുത്തിട കുത്തിട സാമ്പാറിനൊരു പപ്പത് കുഴപ്പമില്ല. കായിട്ട് കുട്ടികളുണ്ട് എന്ത് പോകാൻ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചോറ് ഞാൻ വെന്തോ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഊറ്റി വെച്ചു. പിന്നെ
പപ്പടം ഇന്ന് ഞങ്ങൾ കടയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ അടുത്ത് വീടുണ്ട് പപ്പടം ഉണ്ടാക്കണം, അവിടെ നിന്നാണ് വാങ്ങിക്കുക. പിന്നെ കായം നോക്കുമ്പോൾ സാമ്പാറിലിടാൻ കായ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കിച്ചുവിനെ കടയിലേക്ക് പറഞ്ഞയച്ചിരുന്നേ. അപ്പോൾ പിന്നെ കടയിൽ നിന്ന് തന്നെ പപ്പടം കൊണ്ടുവന്നു. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവളോട് ആ വീട്ടിൽ പോയി വാങ്ങിക്കാൻ പറഞ്ഞാൽ പിന്നെ മടിയാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ കടയിൽ നിന്ന് തന്നെയാണ് പപ്പടം വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കിയപ്പോൾ വെന്ത് വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പപ്പടം കാച്ചി വയ്ക്കുകയാണ്. കത്തി വെച്ചിട്ടാണ് കേട്ടോ പപ്പടം കാച്ചെടുക്കണത്. ചിലപ്പോൾ പപ്പടക്കോലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു മടി വരും, അതവിടെ നോക്കിയിട്ട് എടുക്കാനൊക്കെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറി സാമ്പാറൊക്കെ ഒന്ന് വറവിടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു എളുപ്പപ്പണിയൊക്കെ നോക്കൂട്ടോ. ചിലപ്പോൾ ഒരു മടിയാണ്, ചിലപ്പോൾ എടുത്ത് തന്നെ ഉണ്ടാവും പപ്പടക്കോലൊക്കെ, അത് തിരഞ്ഞെടുക്കാനൊക്കെ ചിലൊരു മടിയൊക്കെ തോന്നും ചിലപ്പോൾ. അപ്പോൾ ഞാൻ ഈ കത്തി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്യണത്. പപ്പടം കാച്ചിലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഓൺ വോയിസ് ആയിട്ട് തന്നെ ഇടണം വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, അവിടെ പിന്നെ നീലിയമ്മയും അമ്മയൊക്കെ TV തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ മേലയിലൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മരിച്ചവരെ കാണാൻ പോയി വന്നപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൂക്കുടുംബടത്ത് പോയത് കേട്ടോ. പിന്നെ കേക്കൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിട്ടാണ് ഞാൻ ചോറും കറിയൊക്കെ പറഞ്ഞല്ലോ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ അമ്മ ചായയൊക്കെ ചൂടാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ചായ ഉണ്ടാക്കി വെച്ചതായിരുന്നു, അപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളക്കാട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏതായാലും എനിക്കിനിപ്പോൾ കുളി പരിപാടിയൊന്നുമില്ല, കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ കറി ആവണം. പപ്പടം കാച്ചി വെച്ചു. പിന്നെ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അടുക്കളയിലെ പണികളൊക്കെ തീർന്നു. അപ്പോൾ പിന്നെ നമുക്കിനി ഹാളിലേക്ക് പോവാം കേട്ടോ. കിച്ചുവിന് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. അപ്പോൾ ഇതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു, പുളിയൊക്കെ ഒഴിച്ചു കൊടുത്തു, എല്ലാം ചെയ്തു. ഇനിയിപ്പോൾ ഒന്ന് കറി ഒന്ന് വറവിട്ടെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ചെറിയുള്ളി, അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലിട്ട് മൂപ്പിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് പൊടിയൊന്ന് മൂത്തുന്നതിന് ശേഷം നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഒരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് സാമ്പാറൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ, ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതൊന്ന് ചൂടാക്കാൻ വെക്കുകയാണ്. പിന്നെ കിച്ചുമോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അടുക്കളയിലെ പണികൾ കഴിഞ്ഞോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വന്നത് കേട്ടോ. അവള് അപ്പോൾ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ മീനൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം. അടുക്കളയിൽ നിന്ന് തുടച്ചിട്ടു. പിന്നെ ഞാൻ പുതിയൊരു തുടയ്ക്കാനൊക്കെ ഉള്ള തുണി അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പോൾ എൻ്റെ കൈയൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം എന്ത് ചെയ്യണം, ഹാളിലേക്ക് പോകണം. കേക്ക് മുറിക്കാനുള്ളതൊക്കെ സെറ്റാക്കി വയ്ക്കാനുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് കേട്ടോ, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമുക്ക് ഹാളിലേക്ക് പോകാമല്ലേ. ഇനിയിപ്പോൾ ഇവിടുത്തെ അടുക്കളയിലെ ഏകദേശം അല്ല എല്ലാ പണികളും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലുള്ളത്. സാമ്പാർ, പപ്പടം, രാവിലത്തെ ഉപ്പേരി. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ മേശപ്പുറത്തെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ ഈ ഒരു അതായത് മെഴുകുതിരി എന്ന് പറയണത് കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഹോൾ ചെയ്ത് വെക്കാനുള്ളതാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല, ഞങ്ങൾ സെപ്പറേറ്റ് പുറത്ത് ഇങ്ങനെ അതൊന്ന് കത്തിച്ച് വെച്ചു. ഏതായാലും അതിൻ്റെ കൂടെ വാങ്ങിയതാണല്ലോ വിചാരിച്ചിട്ട് കത്തിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് ബലൂണൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കുറച്ച് മുട്ടായി, ചോക്ലേറ്റ്സ്, ഒരു ഫ്ലവർ, പിന്നെ കുറച്ച് പേന, ഇതൊക്കെ അവളെ ഫ്രണ്ട്സ് സ്കൂളിൽ നിന്ന് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കിച്ചുമോള് മെഴുകുതിരിയൊക്കെ അണച്ചിട്ടുണ്ട്.
കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ പിറന്നാൾ കഴിഞ്ഞു. ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു വർഷം കഴിയണമല്ലോ അല്ലേ നമുക്ക് ഈ ഒരു ഡേ വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏതില്ലെങ്കിലും നമ്മളത് ആ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കില്ലേ. ഒരു കേക്ക് കട്ട് ചെയ്യുക എന്ന് പറയണത് ഇനി ഒരു വർഷം കഴിയണം. അപ്പോഴത്തേക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഈ വർഷം കേക്ക് മുറിക്കേണ്ട, നമുക്ക് അടുത്ത വർഷം കേക്ക് മുറിക്കാമെന്ന് നമ്മൾ അങ്ങനെ പറയൂലല്ലോ അല്ലേ. നമുക്ക് എത്ര ഇല്ലെങ്കിലും നമ്മൾ കടം വാങ്ങിയിട്ടാണെങ്കിലും ഒരു കേക്കെങ്കിലും നമ്മൾ വാങ്ങിക്കാൻ നോക്കും. അങ്ങനെയാണല്ലോ ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ അല്ലേ. മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവളെനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം അവൾക്കൊരു കഷ്ണം കൊടുക്കട്ടെ കേട്ടോ. ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചുമോൾക്ക് പിന്നെ ഗിഫ്റ്റ് കൊടുത്ത എല്ലാവർക്കും, അതുപോലെ മോളുടെ പിറന്നാളിന് വിഷസ് അറിയിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്, അതുപോലെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട് കുറേ പേര്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു മോളുടെ ഫോട്ടോ. അപ്പോൾ അതിലും ഒരുപാട് വിഷസൊക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അതിനൊക്കെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ്. എല്ലാവരോടും വാട്സപ്പ്, ഇൻസ്റ്റ, യൂട്യൂബ് ഇതിലൊക്കെ നമ്മളെ പിന്നെ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇതൊക്കെ അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവൾ ഓരോരുത്തരുടെയും പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ കുറേ അതൊക്കെ മിസ്സായിട്ടുണ്ട്. ഈ ഫ്ലവർ, പിന്നെ അതുപോലെ ചോക്ലേറ്റ്സ് എല്ലാം അങ്ങനെ ഒരുപാട്. പിന്നെ ലെറ്റേഴ്സ്, മെസ്സേജസായി എഴുതിയിട്ട് ഡ്രോയിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളോടും പിന്നെ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് കുറേ പെണ്ണുണ്ട്. ഇത് സഞ്ജയ്, സമൃദ്ധ, മിത്ര, പിന്നെ നിരഞ്ജൻ, അബിക്ക് ഓരോരുത്തരുണ്ടോ. പിന്നെ ഇത് എൻ്റെ പിക്ചർ എൻ്റെ ക്ലാസ്സിൽ കുട്ടി വരച്ചതാണ്. അതിൻ്റെ അത് കുട്ടി വരച്ചതാണ്. അപ്പോൾ ഇതെല്ലാം പറ്റിയ ചിത്രം ഫോട്ടോ കേക്കില്ലേ